Hello, we are going to session 3. And then Gandhi came. ഇന്നലത്തെ സെഷനിൽ എന്തായിരുന്നു ഗാന്ധിജിയുടെ സ്വാധീനത്തിൻ്റെ രഹസ്യം എന്നാണ് നെഹ്റു അപഗ്രഥിക്കാൻ ശ്രമിച്ചത്. മനഃശാസ്ത്രപരമായ ഒരു സമീപനമായിരുന്നു ഗാന്ധിജിയുടെ സ്വാധീനത്തിൻ്റെ രഹസ്യം എന്നാണ് നെഹ്റു പറയുന്നത്. ഗാന്ധി വാസ് യൂസിങ് ദ ടെക്നീക്ക് ഓഫ് സൈക്കോ അനാലിസിസ് എന്ന് നെഹ്റു പറയുന്നു. ആൻഡ് വാട്ട് ഈസ് ദ ടെക്നീക്ക് ഓഫ് സൈക്കോ അനാലിസിസ്? A patient is subjected to a close examination in which he is made to face his own past. തൻ്റെ തന്നെ ഭൂതകാലത്തെ അഭിമുഖീകരിക്കാൻ ഒരു രോഗിയെ പ്രേരിപ്പിക്കുന്ന രീതിയാണ് മനോവിശ്ലേഷണത്തിൻ്റേത് അല്ലെങ്കിൽ സൈക്കോ അനാലിസിസിൻ്റേത്. അപ്പോൾ ഇന്ത്യക്കാരനായ സാധാരണ പൗരനെ അവൻ്റെ ഭൂതകാലത്തിലെ അടിമത്തത്തെയും അവൻ്റെ ദാസ്യമനോഭാവത്തെയും അഭിമുഖീകരിക്കാൻ നേരിട്ട് കാണുവാൻ ഗാന്ധി പ്രേരിപ്പിച്ചു. ഈ പ്രേരണയിലൂടെ ആ ദാസ്യമനോഭാവത്തെയും ഭയത്തെയും അതിജീവിക്കുവാൻ, അത്തരത്തിലുള്ള കോംപ്ലക്സസിനെ ഓവർകം ചെയ്യാൻ ഗാന്ധിജി അവനെ പഠിപ്പിച്ചു. ഇതുകൊണ്ടാണ് ഗാന്ധിസ് അപ്രോച്ച് വാസ് സൈക്കോളജിക്കൽ ആൻഡ് ഹി വാസ് ലൈക്ക് എ സൈക്കോ അനലിസ്റ്റ് ഹൂ വാസ് ട്രീറ്റിംഗ് എ പേഷ്യൻറ്റ് എന്ന് നെഹ്റു പറയുന്നത്. Okay, and the second thing we discussed yesterday was the way in which Gandhi equated truth with fearlessness and lies with fear. സത്യവും ഭയമില്ലായ്മയും തമ്മിൽ ഏത് തരത്തിലാണോ ബന്ധപ്പെട്ടിരിക്കുന്നത്, അതേ രൂപത്തിലാണ് അസത്യവും ഭയവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നത് എന്നാണ് ഗാന്ധി സൂചിപ്പിച്ചത്. അതുകൊണ്ട് ഗാന്ധി വാസ് കമ്മിറ്റഡ് ടു ട്രൂത്ത്. സത്യത്തോട് പ്രതിബദ്ധതയുള്ളവനായിരുന്നു ഗാന്ധിജി. അതുകൊണ്ട് ഹീ ഷെയിംഡ് അസ് ഇൻ ടു ട്രൂത്ത് എന്നാണ് നെഹ്റു എഴുതുന്നത്. നമ്മളെ സത്യത്തിലേക്ക് ലജ്ജിപ്പിച്ചു. സത്യവുമായി ഒത്തുതീർപ്പാവാൻ, സത്യത്തെ ബലി കഴിക്കാൻ നാം നടത്തിയ എല്ലാ ശ്രമങ്ങളെയും സത്യത്തിനോടുള്ള തൻ്റെ പ്രതിബദ്ധത കൊണ്ട് ഗാന്ധിജി ലജ്ജിപ്പിച്ചു എന്ന് നെഹ്റു എഴുതുന്നു. ദിസ് ഈസ് വെരി അൺകോംപ്രമൈസിങ് കൈൻഡ് ഓഫ് സ്റ്റാൻഡ്. ഓക്കെ, ഒരു സത്യത്തിന് വേണ്ടി ഒത്തുതീർപ്പുകളില്ലാത്ത ഒരു സമരത്തിൽ ഗാന്ധിജി ഏർപ്പെട്ടു എന്ന് നെഹ്റു എഴുതുന്നു. ഇവിടെ നിന്നും നേച്ചുറലി വി ആർ പ്രൊസീഡിങ് ടു ദിസ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ട്രൂത്ത്? എന്താണ് സത്യം എന്ന് പറയുന്നത്? ഓക്കെ, അതുപോലെ തന്നെ വാട്ട് വാസ് ട്രൂത്ത് ടു ഗാന്ധി? ഗാന്ധിജിയുടെ പ്രഭാഷണങ്ങളുടെ ഒരു പ്രത്യേകത അല്ലെങ്കിൽ ഗാന്ധിജിയുടെ ലേഖനങ്ങളുടെ ഒരു പ്രത്യേകത, സത്യം എന്ന പദം, ഈ വാക്ക് അദ്ദേഹം എത്ര തവണ ആവർത്തിച്ച് ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. ഒരു 5 മിനിറ്റ് പ്രഭാഷണത്തിനിടയിൽ അദ്ദേഹം 15-16 തവണ സത്യം എന്ന പദം ആവർത്തിക്കുന്നതായി നാം കാണുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ യൂട്യൂബിൽ ലഭ്യമാണ്. അപ്പോൾ ഗാന്ധിജിയുടെ പ്രഭാഷണങ്ങൾ, ഒറിജിനൽ സ്പീച്ചസ് യൂട്യൂബിൽ കേട്ടുകഴിഞ്ഞാൽ ഈ ഒരു പദം, സത്യം എന്ന പദം അദ്ദേഹം എത്ര തവണ ആവർത്തിക്കുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയും. അപ്പോൾ സത്യം എന്നുള്ളത് അദ്ദേഹത്തിൻ്റെ ആജീവനാന്ത കാലമുള്ള, ജീവിതകാലം മുഴുവനുമുള്ള ഒരു പ്രതിബദ്ധതയായിരുന്നു, ഒരു കമ്മിറ്റ്മെൻറ്റ് ആയിരുന്നു എന്ന് നാം അറിയുന്നു. അപ്പോൾ സത്യത്തെക്കുറിച്ച് വാദോരാതെ പറയുക മാത്രമല്ല, സത്യത്തെ ഒരു ജീവിതവ്രതമായി, ജീവിതത്തിൻ്റെ അടിസ്ഥാന തത്വമായി, ദ ബേസിക് പ്രിൻസിപ്പിൾ ഓഫ് ലൈഫായി ഗാന്ധിജി സ്വീകരിച്ചിരുന്നു എന്നാണ് നാം മനസ്സിലാക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഇൻ ദ നെക്സ്റ്റ് പാരഗ്രാഫ് ഇൻ പേജ് നമ്പർ 42, നെഹ്റു ഈസ് ഗോയിങ് ടു അനലൈസ് വാട്ട് ഈസ് ട്രൂത്ത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് വാസ് ട്രൂത്ത് ടു ഗാന്ധി? ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം സത്യം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഓക്കെ, നൗ പ്രത്യേകിച്ചും ഈ ഒരു പാരഗ്രാഫ് നമ്മളെ സംബന്ധിച്ച് വളരെ പ്രസക്തമാണ്. കാരണം ഇറ്റ് ഈസ് സെഡ് ദാറ്റ് വി ആർ ലിവിങ് ഇൻ എ പോസ്റ്റ് ട്രൂത്ത് എറ. സത്യാനന്തര കാലഘട്ടം എന്ന് പറയുന്ന, പോസ്റ്റ് ട്രൂത്ത് എറ എന്ന് പറയുന്ന, സത്യാനന്തര കാലം എന്ന് പറയുന്ന ഒരു ഘട്ടത്തിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത് എന്ന് സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരും ചിന്തകരും പറയുന്നുണ്ട്.
സത്യത്തേക്കാൾ നുണയ്ക്കാണ്, വ്യാജത്തിനാണ് നമ്മുടെ കാലഘട്ടത്തിൽ പ്രാധാന്യം. അതിനാണ് സാമൂഹിക അംഗീകാരം എന്ന് വന്നിരിക്കുന്ന ഒരു ദുഷിച്ച കാലത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അപ്പോൾ നുണയ്ക്ക് കൂടുതൽ പ്രാചാരം ഉണ്ടാവുന്നു എന്നുള്ളത് ഇതൊരു ആഗോള പ്രതിഭാസമായാണ്, ഒരു ഗ്ലോബൽ ഫിനോമിനനായിട്ടാണ് എണ്ണപ്പെടുന്നത്. അതുകൊണ്ടാണ് പോസ്റ്റ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യത്തിന് ശേഷമുള്ള കാലഘട്ടം എന്ന് പറയുന്നത്. മുൻപ് നാം ജീവിച്ചിരുന്ന ജീവിതത്തിൽ സത്യത്തിന് വലിയ പ്രാധാന്യമുണ്ടായിരുന്നുവെന്നും സത്യം പറയുക എന്നുള്ളത് ഒരു കമ്മിറ്റ്മെൻ്റ് ആയിരുന്നു എന്നും സത്യം പറയാതിരിക്കുന്നത് മൂല്യപരമായി തെറ്റായന് എന്നുമുള്ള ബോധമുണ്ടായിരുന്നു എന്നൊക്കെയാണ് നമ്മുടെ ഒരു വിശ്വാസം. അപ്പോൾ ആ സത്യത്തിൻ്റേതായ കാലഘട്ടം കഴിഞ്ഞ് ഇപ്പോൾ നുണയുടേതായ കാലഘട്ടം വന്നിരിക്കുന്നു എന്ന് പറയുന്നു. ഇതിനെ നമ്മൾ ചരിത്രത്തിൽ ഗീബൽസിയൻ എന്നൊക്കെ പറയും. ഗീബൽസ് എന്ന് പറയുന്ന മനുഷ്യൻ ഹിറ്റ്ലറുടെ മന്ത്രിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ വാർത്താവിതരണ വകുപ്പ് കൈകാര്യം ചെയ്തിരുന്ന മന്ത്രിയാണ്. ഗീബൽസിൻ്റെ ഒരു കുപ്രസിദ്ധമായ നിർവചനം തന്നെ ഒരു നുണ 1000 തവണ ആവർത്തിക്കുമ്പോൾ അത് സത്യമായി അനുഭവപ്പെടും എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള നെഗറ്റീവായ പെസിമിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾ മുഴുവൻ സാമൂഹിക അംഗീകാരം നേടി തിരിച്ചു വരുന്നു എന്നുള്ളത് നമ്മുടെ കാലഘട്ടത്തിൻ്റെ ഒരു പ്രശ്നമാണ് എന്ന് സാമൂഹിക ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മുടെ കാലഘട്ടത്തെ നമ്മൾ പോസ്റ്റ് ട്രൂത്ത് എറ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വീണ്ടും നമ്മൾ എന്താണ് സത്യം എന്ന പ്രശ്നത്തെ ചർച്ചയ്ക്കെടുക്കണം എന്ന് നെഹ്റു പറയുന്നു. നെഹ്റുവിൻ്റെ കാലഘട്ടത്തിൽ ഈ പോസ്റ്റ് ട്രൂത്ത് എന്നുള്ളത് ഒരു ചർച്ചാ വിഷയമായിരുന്നില്ല. അതുകൊണ്ട് തന്നെ സത്യം എന്നുള്ള വിഷയത്തെ അദ്ദേഹം ചർച്ചയ്ക്കെടുക്കുന്നു. വാട്ട് ഈസ് ട്രൂത്ത്? പേജ് നമ്പർ 42, പാരഗ്രാഫ് 2. വാട്ട് ഈസ് ട്രൂത്ത്? ഐ ഡു നോട്ട് നോ ഫോർ സെർട്ടൈൻ. നെഹ്റു സേസ് ഐ ഡോണ്ട് നോ വാട്ട് ഈസ് ട്രൂത്ത്. സത്യം എന്താണ് എന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചാൽ എന്താണ് സത്യം, സത്യത്തിൻ്റെ സ്വഭാവം എന്താണ് എന്ന് എനിക്കറിയില്ല. മറ്റൊരു കാര്യം, നെഹ്റു ഒരു യുക്തിവാദി കൂടിയായിരുന്നു. അദ്ദേഹം ഒരു റാഷണലിസ്റ്റ് ആയിരുന്നു, ദൈവവിശ്വാസി ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഗാന്ധിജി എന്ന ഒരു ബിലീവറും ഒരു വിശ്വാസിയും നെഹ്റു എന്ന് പറയുന്ന ഒരു അവിശ്വാസിയും തമ്മിലുള്ള ബന്ധത്തിൽ ഈ സത്യം എന്ന ട്രൂത്ത് എന്ന ഒരു മാനദണ്ഡം നിർണായകമായി വരുന്നത് എങ്ങനെ എന്നുകൂടി നമുക്കിവിടെ കാണുവാൻ കഴിയും. ദാറ്റ് ഈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ദിസ് പാരഗ്രാഫ്. വാട്ട് ഈസ് ട്രൂത്ത്? ഐ ഡു നോട്ട് നോ ഫോർ സെർട്ടൈൻ. And perhaps our truths are relative and absolute truth is beyond us. Our truths are relative എന്ന് പറഞ്ഞാൽ ചേഞ്ചിങ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ, ആപേക്ഷികം എന്നാണ് അർത്ഥം. അതായത് സ്ഥായിയായ സത്യം എന്നൊന്നുണ്ട് എന്ന് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല എന്ന് നെഹ്റു പറയുന്നു. ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വിശ്വാസ സംഹിത, ഏതെങ്കിലും ഒരു രാഷ്ട്രീയം ഇത് മാത്രമാണ് സത്യം എന്ന് പറയുമ്പോൾ അത് നമുക്ക് വിശ്വസിക്കുവാൻ കഴിയുകയില്ല എന്നാണ് നെഹ്റു പറയുന്നത്. അതുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത് വാട്ട് വി നോ ഈസ് ട്രൂത്ത് ഈസ് പെർഹാപ്സ് റിലേറ്റീവ് മീൻസ് ചേഞ്ചിങ് ഫ്രം പേഴ്സൺ ടു പേഴ്സൺ. ആളിൽ നിന്നും ആളിലേക്ക് മാറുന്നതിനെയാണ് റിലേറ്റീവ് അല്ലെങ്കിൽ ആപേക്ഷികം എന്ന് പറയുന്നത്. സത്യം ആപേക്ഷികമാണ്. എൻ്റെ സത്യം, എനിക്ക് സത്യമായിട്ടുള്ളത് നിങ്ങൾക്ക് സത്യമായി കൊള്ളണമെന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇറ്റ് ഈസ് റിലേറ്റീവ്. ആൻഡ് അബ്സല്യൂട്ട് ട്രൂത്ത് ഈസ് ബിയോണ്ട് അസ്. അബ്സല്യൂട്ട് ട്രൂത്ത്, അൾട്ടിമേറ്റ് ട്രൂത്ത്, പരമമായ സത്യം ഈസ് ബിയോണ്ട് അസ്. ഇറ്റ് ഈസ് ബിയോണ്ട് അവർ റീച്ച്. നമുക്ക് എത്തിപ്പെടാവുന്നതിന് മുകളിലാണ്. പക്ഷേ ഡിഫറെൻറ്റ് പേഴ്സൺസ് മേ ആൻഡ് ഡു ടേക്ക് ഡിഫറെൻറ്റ് വ്യൂസ് ഓഫ് ട്രൂത്ത്. ദിസ് ഈസ് ഇറ്റ്. ഡിഫറെൻറ്റ് പീപ്പിൾ ഹാവ് ഡിഫറെൻറ്റ് വ്യൂസ്, ഡിഫറെൻറ്റ് വിഷൻസ്, ഡിഫറെൻറ്റ് പെർസെപ്ഷൻസ് ഓഫ് ട്രൂത്ത്. And each individual is powerfully influenced by his own background, training and impulses. These are the 3 things that influence a person: his background, his training and his impulses. സത്യത്തെക്കുറിച്ച് ഒരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ എന്താണ് സത്യം, യഥാർത്ഥത്തിൽ എന്താണ് സത്യം എന്നൊരു മനുഷ്യൻ ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങൾ അയാളെ സ്വാധീനിക്കും. ഒന്ന് അയാളുടെ ബാക്ക്ഗ്രൗണ്ടാണ്, അയാളുടെ പശ്ചാത്തലം, അയാളുടെ കുടുംബം, അയാളുടെ പാരമ്പര്യം തുടങ്ങിയ കാര്യങ്ങൾ അയാളെ സ്വാധീനിക്കും. സത്യത്തെ നിർണ്ണയിക്കുന്നതിൽ ഈ കാര്യം അയാളെ സ്വാധീനിക്കും. മറ്റൊന്ന് ഹിസ് ട്രെയിനിങ്, അയാൾക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനം, അയാളുടെ വിദ്യാഭ്യാസം, അയാൾക്ക് ലഭിച്ചിട്ടുള്ള സാമൂഹിക പരിശീലനം എന്നിവ. മൂന്നാമത്തേത് ആൻഡ് ഇമ്പൾസസ്, അയാളുടെ ചോദനകൾ. ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ അയാളുടെ പ്രാഥമികമായിട്ടുള്ള ചോദനകൾ, ഇമ്പൾസസ്, അയാളുടെ താല്പര്യങ്ങൾ, അയാളുടെ വ്യക്തിപരമായ ഇഷ്ടാനിഷ്ടങ്ങൾ. ഈ 3 കാര്യങ്ങളുമാണ് ഒരാളെ സത്യത്തെക്കുറിച്ച് ചിന്തിക്കാനും തീരുമാനമെടുക്കാനും പ്രേരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഒരു വ്യക്തി
അയാൾക്ക് സത്യമായി തോന്നുന്ന ഒരു കാര്യത്തെ നിശ്ചയിക്കുന്നത് അയാളുടെ പാരമ്പര്യത്തിൻ്റെയും അയാൾക്ക് ലഭിച്ചിട്ടുള്ള പരിശീലനത്തിൻ്റെയും അയാളുടെ താല്പര്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് എന്നാണ് അർത്ഥം. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ വ്യക്തിയിൽ നിന്നും വേറിട്ട് നിൽക്കുന്ന ഒരു സത്യമില്ല. വ്യക്തികളാണ് സത്യത്തിൻ്റെ മാനദണ്ഡം നിശ്ചയിക്കുന്നത് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇത് നെഹ്റുവിലെ ഒരു യുക്തിവാദിയെയാണ് പുറത്തു കാണിക്കുന്നത്. ഒരു മതവിശ്വാസി സത്യത്തെ ദൈവവുമായാണ് ബന്ധിപ്പിക്കുന്നത്. ഗാന്ധിജി സത്യത്തെ ദൈവവുമായി അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയുമായി ഒക്കെയാണ് ബന്ധിപ്പിച്ചിരുന്നത്. നെഹ്റുവിന് അത് കഴിയുകയില്ല. അതുകൊണ്ട് നെഹ്റു പറയുന്നു, അവർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ട്രൂത്ത് ഈസ് ബേസ്ഡ് ഓൺ 3 പ്രിൻസിപ്പിൾസ്: ദ പ്രിൻസിപ്പിൾ ഓഫ് അവർ ബാക്ക്ഗ്രൗണ്ട്, പ്രിൻസിപ്പിൾസ് ഓഫ് അവർ ട്രെയിനിങ് ആൻഡ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് അവർ ഇമ്പൾസസ് എന്ന് പറയുന്നു. കമ്മിങ് ബാക്ക്, ആൻഡ് സോ ഓൾസോ ഗാന്ധി, ദിസ് ഈസ്, ആൻഡ് ഹി സേസ് ദിസ് വാസ് ട്രൂ ഓഫ് ഗാന്ധി ഓൾസോ. ഇവിടെയാണ് മതവിശ്വാസിയായ ഗാന്ധിയും റാഷണലിസ്റ്റായ യുക്തിവാദിയായിട്ടുള്ള നെഹ്റുവും തമ്മിൽ ചേരുന്നത്. ഗാന്ധിജിയുടെ സമീപനം ശാസ്ത്രീയമായിരുന്നു എന്നുള്ളതിന് കൂടെ ഒരു തെളിവായിട്ടാണ് നെഹ്റു ഇത് അവതരിപ്പിക്കുന്നത്. സോ ഓൾസോ വാസ് ഗാന്ധി. ഗാന്ധി വാസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ഹിസ് ട്രെയിനിങ്, ഹിസ് ബാക്ക്ഗ്രൗണ്ട്, ഹിസ് ഇമ്പൾസസ് വെർ ഇമ്പോർട്ടൻറ്റ് വെൻ ഹി ഡിസൈഡഡ് വാട്ട് വാസ് ട്രൂ. But the truth is, at least for an individual, what he himself feels and knows to be true. ഇത് ഒരു ലളിതമായ ഡെഫിനിഷനാണ്. What is truth? If somebody is asking you what is truth, this is a definition even you could give. What is it? Truth is, at least for an individual, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എങ്കിലും, at least for an individual, what he himself feels and knows to be true. Whatever he is feeling as true, whatever he is knowing as true, is true for him. ഒരാൾക്ക് എന്താണോ സത്യമായി അനുഭവപ്പെടുന്നത്, ഒരാൾക്ക് എന്താണോ സത്യമായി തോന്നുന്നത്, അതാണ് അയാളെ സംബന്ധിച്ചിടത്തോളം സത്യം എന്നുള്ളത്. അതിന് സാമൂഹിക അംഗീകാരം ഉണ്ടാവുമോ, മറ്റുള്ളവരുടെ അംഗീകാരം ഉണ്ടാവുമോ എന്നുള്ളത് അയാളെ സംബന്ധിച്ച് പ്രാഥമിക പരിഗണനയുള്ളതല്ല. അയാൾക്ക് തോന്നുന്നതാണ് അയാളുടെ സത്യം. ഇതൊരു സങ്കീർണമായ ഒരു അവസ്ഥ കൂടിയാണ്. According to this definition, ഈ നിർവചനപ്രകാരം, വാട്ട് എ പേഴ്സൺ നോസ് ആൻഡ് ഫീൽസ് ആസ് ട്രൂ എന്ന നിർവചനപ്രകാരം, അക്കോർഡിംഗ് ടു ദിസ് ഡെഫിനിഷൻ, ഐ ഡു നോട്ട് നോ എനി പേഴ്സൺ who holds to the truth as Gandhi does. Going by this definition, you never come across a person who is more truthful than Gandhi. ഇതാണ് ഗാന്ധിജിയുടെ മഹത്വം. തനിക്ക് സത്യമെന്ന് തോന്നിയ കാര്യങ്ങൾ, തനിക്ക് സത്യമെന്ന് അനുഭവപ്പെട്ട കാര്യങ്ങൾ സത്യമാണെന്ന് വിശ്വസിക്കുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ മഹത്വം എന്ന് പറയുന്നു. ദാറ്റ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ. ഒരു ഫലിതത്തോടുകൂടി നെഹ്റു പറയുന്നു, ഇത് ഒരു രാഷ്ട്രീയക്കാരനെ സംബന്ധിച്ചിടത്തോളം, ഫോർ എ പൊളിറ്റീഷ്യൻ, ദിസ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി. ബിക്കോസ് എ പൊളിറ്റീഷ്യൻ ഈസ് എ പേഴ്സൺ ഹൂ മോസ്റ്റ്ലി കോംപ്രമൈസസ് ട്രൂത്ത്. സത്യത്തെ നിരന്തരം ബലികഴിച്ചു കൊണ്ടിരിക്കുന്ന പ്രസ്താവനകളിൽ ഒരു രാഷ്ട്രീയക്കാരന് ഏർപ്പെടേണ്ടി വരും എന്നിരിക്കെ, ഒരു മോശപ്പെട്ട രാഷ്ട്രീയക്കാരന് ഏർപ്പെടേണ്ടി വരും എന്നിരിക്കെ, ഗാന്ധിജിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു രാഷ്ട്രീയക്കാരനായിരുന്നിട്ട് കൂടി ഹി നെവർ കോംപ്രമൈസ്ഡ് ട്രൂത്ത്. ഫോർ ഹീ സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ്. മനസ്സിൽ എന്താണോ തോന്നിയത് അത് തുറന്നു പറയുന്നു. ഹീ സ്പീക്സ് ഔട്ട് ഹിസ് മൈൻഡ് ആൻഡ് ഈവൺ ലെറ്റ്സ് ദ പബ്ലിക്, പീപ്പിൾ, ജനത, സൊസൈറ്റി, ഹീ ലെറ്റ്സ് ദ പീപ്പിൾ സീ, കാണുക, ഇറ്റ്സ് ചേഞ്ചിങ് ഫേസസ്, ദ ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഹിസ് അണ്ടർസ്റ്റാൻഡിങ്. തൻ്റെ തിരിച്ചറിവിൻ്റെ വിവിധ ഘട്ടങ്ങളെ, സത്യത്തെക്കുറിച്ചുള്ള തൻ്റെ തിരിച്ചറിവിൻ്റെ വിവിധ ധാരണകളെ കാണുവാനായി അദ്ദേഹം ജനങ്ങളെ അനുവദിക്കുകയും ചെയ്യുന്നു. ദിസ് ഈസ് എ ഡേഞ്ചറസ് ക്വാളിറ്റി ഇൻ എ പൊളിറ്റീഷ്യൻ ബിക്കോസ് ഇറ്റ് അഫക്ട്സ് ഹിസ് പൊളിറ്റിക്കൽ കരിയർ. തൻ്റെ രാഷ്ട്രീയ ഭാവിക്ക് അത് അപകടകരമാവുമെന്ന് ഇന്നത്തെ രാഷ്ട്രീയക്കാർ ചിലപ്പോൾ കരുതിയേക്കാം. ഗാന്ധി ഇൻഫ്ലുവൻസ്ഡ് മില്യൺസ് ഓഫ് പീപ്പിൾ ഇൻ ഇന്ത്യ ഇൻ വേരിയിങ് ഡിഗ്രീസ്. പല തരത്തിലാണ് ഗാന്ധിജി ഇന്ത്യക്കാരെ സ്വാധീനിച്ചത്. സം ചേഞ്ച്ഡ് ദ ഹോൾ ടെക്സ്ചർ ഓഫ് ദെയർ ലൈഫ്സ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടൻറ്റ് വേർഡ്, ടെക്സ്ചർ. Texture means structure. Ghatana. Some people changed the structure of their lives completely under the influence of Gandhi. And others were only partly affected. Some others were only partly affected. They did not change completely, but partly changed. Or the effect wore off. Wear off in the past, wore off. See the spelling. Wore off means changed, left,
ഓക്കെ, ആ സ്വാധീനം ചിലർ ഗാന്ധിജിയാൽ പൂർണ്ണമായും സ്വാധീനിപ്പിക്കപ്പെട്ടു, ചിലർ ഗാന്ധിജിയാൽ ഭാഗികമായി സ്വാധീനിക്കപ്പെട്ടു, ചിലരിലെ സ്വാധീനം വോർ ഓഫായി, നഷ്ടപ്പെട്ടു പോയി, ലോസ്റ്റ്. Okay, and yet not quite, not completely, for some part of it could not be wholly shaken off. Some part of it, ഇവിടെ it stands for the Gandhian influence. ഇതൊക്കെയാണെങ്കിലും പൂർണ്ണമായാലും ഭാഗികമായാലും നഷ്ടപ്പെട്ടതായാലും ഗാന്ധിജിയുടെ സ്വാധീനം പൂർണ്ണമായും നമുക്ക് കളയുവാൻ കഴിയുകയില്ലായിരുന്നു, നശിപ്പിച്ച് കളയുവാൻ കഴിയുകയില്ലായിരുന്നു. ഇറ്റ് കുഡ് നോട്ട് ബി ഷേക്കൺ ഓഫ്. ഡിഫറെൻറ്റ് പീപ്പിൾ റിയാക്റ്റഡ് ഡിഫറെൻ്റ്ലി ആൻഡ് ഈച്ച് വിൽ ഗീവ് ഹിസ് ഓൺ ആൻസർ ടു ദിസ് ക്വസ്റ്റ്യൻ. അവിടെ ദിസ് ക്വസ്റ്റ്യൻ എന്നൊരു വാക്കുണ്ട്. അതിൻ്റെ അർത്ഥം ദ ക്വസ്റ്റ്യൻ ഓഫ് ഹിസ് ബീയിങ് ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധി എന്നാണ്. ഒരാൾ അവനവൻ എത്രമാത്രം ഗാന്ധിജിയാൽ സ്വാധീനിക്കപ്പെട്ടു എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം ഓരോ വ്യക്തിയും നൽകേണ്ടതാണ് എന്ന് നെഹ്റു പറയുന്നു. ആസ് എൻ ഇന്ത്യൻ, ദിസ് ഈസ് അവർ റെസ്പോൺസിബിലിറ്റി ടു ടെസ്റ്റ് അവർ സെൽഫ് എഗെൻസ്റ്റ് ദിസ് ക്വസ്റ്റ്യൻ, ഹൗ ഫാർ വി ഹാവ് ബീൻ ഇൻഫ്ലുവൻസ്ഡ് ബൈ ഗാന്ധി ആൻഡ് ഹിസ് ഫിലോസഫി. ഓക്കെ, his call of action was twofold. Another important point, his call of action was twofold. രണ്ട് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഗാന്ധിജി വിഭാവനം ചെയ്തത്. And there was of course the action involved in challenging and resisting foreign rule. He resisted and he challenged and he protested foreign rule. വിദേശ ഭരണത്തെ ചെറുക്കുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ സമരത്തിൻ്റെ ഒരു രീതി. ഓക്കെ, സോ we say the Gandhian fight or Gandhian struggle. Nehru says it was twofold. One is challenging foreign rule. വിദേശ ഭരണത്തെ ചെറുക്കുക എന്നുള്ളതായിരുന്നു, പ്രൊട്ടസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു ഗാന്ധിജിയുടെ സമരത്തിൻ്റെ ഒരു വശം. മറുവശം, there of course the action involved in challenging and resisting foreign rule. There was also the action which led us to fight against our own social evils. This is more important. Our own social evils. Social evils എന്ന് പറഞ്ഞാൽ സാമൂഹികമായ തിന്മകൾ. ഓക്കെ, അപ്പോൾ ഒരു വശത്ത് വിദേശികളോട്, മറുവശത്ത് ഇന്ത്യയിലെ തന്നെ, ഭാരതത്തിലെ തന്നെ ജനങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന സാമൂഹിക തിന്മകളോട്, ജാതിയോട് അല്ലെങ്കിൽ മതത്തോട്, അതുമൊക്കെയായി ബന്ധപ്പെട്ടിരുന്ന അനാചാരങ്ങളോട്, അന്ധവിശ്വാസങ്ങളോട്, അയിത്തത്തോട്, ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് ഗാന്ധിജി എടുത്തിരുന്ന നിലപാട്. ഓക്കെ, ഈ തരത്തിലുള്ള സാമൂഹിക വിവേചനം, ഓക്കെ, സാമൂഹികമായ ശ്രേണീവൽക്കരണം, ഇതിനൊക്കെതിരെയായി ഗാന്ധിജി എടുത്തിരുന്ന നിലപാടുകൾ, ഈ രണ്ട് തരത്തിലായിരുന്നു ഗാന്ധിജിയുടെ സമരം, സ്ട്രഗിൾ ഉണ്ടായിരുന്നത് എന്ന് നെഹ്റു പറയുന്നു. ഓക്കെ, fight against our own social evils apart from the fundamental objectives of the Congress. The Congress Party, അക്കാലത്ത് എലൻ ഒക്ടോവിയൻ ഹ്യൂം എന്ന ഒരു ബ്രിട്ടീഷുകാരനാണ് കോൺഗ്രസ് പാർട്ടിക്ക് ജന്മം നൽകിയത്. അദ്ദേഹം ബ്രിട്ടീഷുകാരും ഇന്ത്യക്കാരും തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ, ആശയവിനിമയം കൂടുതൽ സുദൃഢമാക്കാനും ബന്ധം കൂടുതൽ ദൃഢമാക്കാനും വേണ്ടി സ്ഥാപിച്ച ഒരു പാർട്ടിയായിരുന്നു കോൺഗ്രസ്. കോൺഗ്രസിൻ്റെ യഥാർത്ഥത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്ഥാപന സമയത്ത് അത് ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രസ്ഥാനമായിട്ടായിരുന്നില്ല സങ്കല്പിക്കപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ പക്ഷേ അതിന് ഭാവിയിൽ വന്നു ചേർന്നത് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ മുന്നണി പാർട്ടിയായിട്ട് അത് മാറുകയാണ് ചെയ്യുന്നത്. Okay, the freedom of India, the basic objective of Congress, the freedom of India and the method of peaceful action, സമാധാനപരമായ പോരാട്ടം അല്ലെങ്കിൽ പ്രവർത്തനം. ഓക്കെ, നോട്ട് വയലൻറ്റ് ആക്ഷൻ. ഇതാണ് ഗാന്ധിയൻ സമരത്തിൻ്റെ ഏറ്റവും പ്രത്യേകതയായി നാം അറിയുന്നത് അഹിംസ എന്നുള്ളതാണ്. അഹിംസാത്മകമായ മാർഗങ്ങളിലൂടെയുള്ള, ആയുധം ഉപയോഗിക്കാത്ത മാർഗങ്ങളിലൂടെയുള്ള സമാധാന പോരാട്ടം. ഓക്കെ, പീസ്ഫുൾ ആക്ഷൻ ആൻഡ് ദ പ്രിൻസിപ്പൽ പ്ലാങ്ക്സ് ഓഫ് ദ കോൺഗ്രസ് വെയർ നാഷണൽ യൂണിറ്റി വിച്ച് ഇൻവോൾവ്ഡ് ദ സൊല്യൂഷൻ ഓഫ് മൈനോറിറ്റി പ്രോബ്ലംസ് and the raising of the depressed classes and the ending of the curse of untouchability. Please remember this. So the Gandhian fight had two sides we have seen. One was of course against the British rule, British autocracy, British dictatorship. The other was against our own
social evils, the social evils of India. അപ്പോൾ ഹൗ ഡിഡ് ദിസ് ഗോ ഹാൻഡ് ഇൻ ഹാൻഡ് വിത്ത് ദ കോൺഗ്രസ് പ്രിൻസിപ്പിൾസ് എന്നാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത നയങ്ങളുമായി ഗാന്ധിയൻ നയങ്ങൾ എങ്ങനെ ചേർന്ന് പോയി എന്നുള്ളതാണ്. ഇവിടെ നെഹ്റു പറയുന്നത്, നെഹ്റു വാസ് എ കോൺഗ്രസ് ലീഡർ, റിമെമ്പർ ദിസ്. നെഹ്റു പറയുന്നത് കോൺഗ്രസിൻ്റെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിൽ ഈ കാര്യങ്ങൾ ഉൾപ്പെട്ടിരുന്നു. ദ പ്രിൻസിപ്പൽ പ്ലാങ്സ് ഓഫ് കോൺഗ്രസ് വെർ നാഷണൽ യൂണിറ്റി, ദേശീയ ഐക്യം, ഒരു രാഷ്ട്രം എന്നുള്ള രീതിയിൽ ഇന്ത്യയുടെ ഐക്യം, നാഷണൽ യൂണിറ്റി, which involved the solution of minority problems. Minority എന്ന് പറഞ്ഞാൽ ന്യൂനപക്ഷങ്ങൾ എന്നാണ്. ഓക്കെ, ദ സൊല്യൂഷൻ ടു മൈനോറിറ്റി പ്രോബ്ലംസ്. അപ്പം ദേശീയ ഐക്യം എന്നുള്ള, നാഷണൽ യൂണിറ്റി എന്നുള്ള ലക്ഷ്യത്തിലേക്ക് വരണമെങ്കിൽ വി ഹാവ് ടു സോൾവ് മൈനോറിറ്റി ഇഷ്യൂസ്, മൈനോറിറ്റി പ്രോബ്ലംസ് ആൻഡ് റേസിംഗ് ഓഫ് ഡിപ്രസ്ഡ് ക്ലാസസ്. ഡിപ്രസ്ഡ് ക്ലാസസ് എന്ന് പറഞ്ഞാൽ അധകൃത ജനവിഭാഗങ്ങൾ, അടിച്ചമർത്തപ്പെട്ട താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങൾ, അവരുടെ ഉന്നമനം. ഓക്കെ, ദ റേസിംഗ്, ഉന്നമനം ഓഫ് ദ ഡിപ്രസ്ഡ് ക്ലാസസ്, വിഭാഗങ്ങൾ, ജനവിഭാഗങ്ങൾ. ആൻഡ് ദ എൻഡിങ് ഓഫ് ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി എന്ന് പറഞ്ഞാൽ അയിത്തം എന്നാണ്, അസ്പൃശ്യത എന്നാണ്. ദ കേഴ്സ് ഓഫ് അൺടച്ചബിലിറ്റി, ശാപം. ഓക്കെ, ഈ അയിത്തത്തിൻ്റെ ഉച്ചാടനം, താഴേക്കിടയിലുള്ള ജനങ്ങളുടെ ഉയർത്തിക്കൊണ്ടുവരവ്, അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങളുടെ പ്രശ്നങ്ങളുടെ പരിഹാരം, ഈ 3 കാര്യങ്ങളും കോൺഗ്രസിൻ്റെ മുൻഗണനകളായിരുന്നതുകൊണ്ട് ഗാന്ധീസ് call of action for ending of social evils went hand in hand with that of that party. ഓക്കെ, ഇത്തരത്തിലാണ് കോൺഗ്രസ് പാർട്ടിയുടെയും ഗാന്ധിജിയുടെയും ആശയങ്ങൾ ഒന്നു ചേർന്നത് എന്ന് നെഹ്റു എഴുതുന്നു. നെഹ്റു ഒരു കോൺഗ്രസ് നേതാവായിരുന്നു എന്ന കാര്യം കൂടെ നാം ഇവിടെ ഓർക്കേണ്ടതാണ്. ഓക്കെ, വി കണ്ടിന്യൂ ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്.